പുറത്തുനിന്ന് കിട്ടുന്ന എന്നോട് ദയവേതൊന്ന് ക്ഷമിക്കണം. ഞാൻ ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷ്വലിലേക്ക് പോവുകയാണ്. അത് റാവൽപിണ്ടിയിൽ 7 ഇടത്ത് സ്ഫോടനം നടന്നു എന്ന വിവരങ്ങൾ വരുന്നു. അതിനോടൊപ്പമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പം മുൻപ് റാവൽപിണ്ടിയിൽ നടക്കുന്ന മത്സരങ്ങൾ PSL മത്സരങ്ങൾ മാറ്റിവെക്കണമെന്നും അവിടെ നിന്ന് തിരിച്ചു പോകണമെന്ന് ക്രിക്കറ്റ് താരങ്ങൾ ആവശ്യപ്പെട്ടതായും ഒക്കെ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലം ഇതാണ്. റാവൽപിണ്ടിയിൽ തുടർച്ചയായി സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നതായി വിവരങ്ങൾ വരുന്നു. മിഥുൻ ലൈനിലുണ്ടെങ്കിൽ മിഥുൻ, ഇത് എപ്പോഴത്തെ വിഷ്വൽസ് ആണ്? എന്താണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? ശ്രീജ, റാവൽപിണ്ടിയിൽ മാത്രം 7 ഇടത്ത് ഡ്രോൺ അറ്റാക്ക് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റാവൽപിണ്ടിക്ക് സമീപം നമ്മൾ ആദ്യം 2 ദൃശ്യങ്ങൾ കാണിച്ചത്, അതിൽ ഒന്ന് ലാഹോറിലും ഒന്ന് റാവൽപിണ്ടി സ്റ്റേഡിയത്തിന് സമീപമായിരുന്നുവെങ്കിൽ ഇത് റാവൽപിണ്ടിക്ക് തൊട്ട് സ്റ്റേഡിയത്തിന് മറുവശത്തായിട്ടുള്ള ഓവർബ്രിഡ്ജിന് സമീപമായിട്ടുള്ള എയർ ഡിഫൻസിൽ ആണ് ഇത്തരത്തിൽ ഈ ഒരു വലിയ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. അത് വലിയ രീതിയിൽ അവിടെ എയർ ഡിഫൻസിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിസൈൽ ലോഞ്ചറുകൾ സ്ഥാപിച്ചിരുന്ന മേഖലകളാണ് കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഓരോന്നോരോന്നായി ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ആ സ്റ്റേഡിയത്തിന് പുറത്തുള്ളത്, സ്റ്റേഡിയത്തിലെ അകത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള പ്രധാന കവാടത്തിന് ഫ്രണ്ടിലായിട്ടാണ് മറ്റൊരു ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായി बच्चों का कल जो है हमने जैसे देखा है, इर्तजा का देखा है, उसके बाद उसके 4 बच्चे जो है वो इस कश्मीर में जो है वो मासूम बच्चों के ऊपर जो है वो जुल्म और सितम ढाया गया है. तो ये अभी तक के ताज़ा तरीन मनाजिर हम आप लोगों को दिखा रहे हैं. മിഥുൻ, റാവൽപിണ്ടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏതാണ്ട് 7 ആക്രമണങ്ങൾ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. മിഥുൻ, തുടർന്നോളൂ. ശ്രീജ, അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, അതായത് ഈ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് തൊട്ടു മുമ്പ് തന്നെ ഇത്തരത്തിൽ ആകാശത്ത് വെച്ച് തന്നെ വലിയ സൈറൺ മുഴങ്ങുന്നു. ആ സമയത്ത് തന്നെ പരിഭ്രാന്തരായി ആളുകൾ മാറുന്നു. അതിനുവേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു സൈറൺ മുഴക്കുകയും ചെയ്തത്. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള ജീവഹാനിയോ അല്ലെങ്കിൽ മറ്റു പരിക്കുകളോ ഒന്നും സംഭവിക്കരുത് എന്ന് കൃത്യമായി ആ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരത്തിൽ സൈറൺ മുഴക്കിക്കൊണ്ട് ആളുകളെ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിക്രമമായിരുന്നു അത്. അതിനുശേഷം അവിടുത്തെ ഓരോ ഡിഫൻസ് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് മിസൈൽ ലോഞ്ചറുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ അറ്റാക്ക് നടക്കുന്നു. റാവൽപിണ്ടിയിലെ 7 ഇടങ്ങളിൽ 7 വ്യോമ പ്രതിരോധ മിസൈൽ ലോഞ്ചറുകളിലാണ് ഇത്തരത്തിൽ അറ്റാക്ക് നടന്നിരിക്കുന്നത്. അതിലെ ഓരോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒന്ന്, റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപത്തായും ഒപ്പം തന്നെ പ്രധാന കവാടത്തിന് മുന്നിൽ വശത്തായും, രണ്ടാമത്തേത് അതിന് തൊട്ട് പിന്നാലെ നടന്നത് അതിന് സമീപത്തായിട്ടുള്ള വലിയൊരു ഓവർബ്രിഡ്ജ് പാലമുണ്ട്. ആ പാലത്തിന് സമീപത്തായിട്ടുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്, വ്യോമ പ്രതിരോധ യൂണിറ്റ് ഉണ്ട്. HQ-9 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലാഹോറിലാണ് HQ-9 ഉള്ളത്. അതുപോലെ തന്നെ HQ-5 മുതൽ 7 വരെയുള്ള യൂണിറ്റുകളിലാണ് ഇത്തരത്തിൽ ആക്രമണം റാവൽപിണ്ടിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് അനൗദ്യോഗികമായി ലഭ്യമാകുന്ന വിവരം. അതനുസരിച്ച് ഓരോ ഇടത്തും ഇത്തരത്തിൽ ഡ്രോൺ അറ്റാക്കുകൾ നടന്നിട്ടുണ്ട്. അത് റാവൽപിണ്ടിയിൽ 7 ഇടത്ത്, ലാഹോറിൽ പലയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ കറാച്ചിയിലെ വിവിധ ഭാഗങ്ങളിലും ഇതേ സമാനമായ രീതിയിൽ ഡ്രോൺ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അവയെല്ലാം തന്നെ കേന്ദ്രീകരിച്ചത് അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചത് ഇത്തരത്തിൽ മിസൈൽ ലോഞ്ചറുകളെ തന്നെയാണ്, വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ തന്നെയാണ്. അവയിൽ ഒന്നും തന്നെ ഒരു കാഷ്വാലിറ്റീസും ഉണ്ടായിട്ടില്ല. അവിടുത്തെ ജനങ്ങൾക്ക് ഒരു തരത്തിലും ജീവഹാനി സംഭവിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പോയിട്ടില്ല. യാതൊരുവിധ പരിക്കുകളും അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതെല്ലാം തന്നെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ അവയെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീജ, റാവൽപിണ്ടിയിൽ 7 ഇടങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായതായാണ് വിവരം. സ്ഫോടനങ്ങൾ എന്ന് പറയുന്നത് ഈ ഡ്രോൺ പതിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് പെട്ടെന്ന് ഇത്തരം വാർത്തകളെല്ലാം പാക് മാധ്യമങ്ങളിൽ നിന്നൊക്കെ അപ്രത്യക്ഷമാകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഇന്ത്യ സ്ഥിരീകരിക്കുന്നു, ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പ്രത്യാക്രമണം ഉണ്ടായി. അത് ആക്രമണമല്ല, ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പ്രത്യാക്രമണമാണ്. ഇന്നലെ രാത്രി ഇന്ത്യയിലെ 15 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് പാകിസ്ഥാൻ മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടു. അതിനെ ഇന്ത്യ വളരെ കൃത്യമായി തന്നെ പ്രതിരോധിച്ചു. ഇന്ന് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പ്രത്യാക്രമണവും ഉണ്ടായിരിക്കുന്നു.